അപ്പം ചങ്ങായിമാരെ ഞങ്ങൾ പണിക്ക് വന്നു കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ കരിങ്കൽക്കെട്ടാണ് പണി. അപ്പം അതിൻ്റെ പണിയുടെ ഭാഗമായിട്ട് വന്നപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരാളെ കണ്ട്. അപ്പോൾ മൂവരോട് ചെറിയ കാര്യം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ നമുക്ക് കേൾപ്പിച്ചാൽ എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് അല്ലേ? അതെ, മരിച്ചു കഴിഞ്ഞു വെച്ചാൽ 10 കുട്ടികൾക്ക് ഒരു കൊല്ലത്തേക്ക് ഒരു ശവം വേണം അവിടെ പഠിക്കാൻ. 10 കുട്ടിക്ക് ഒരു ശവം വേണം കൊല്ലത്തേക്ക്. ഒരു കൊല്ലം കഴിഞ്ഞാൽ പോലെ അത് ലഭിക്കും. അതുവരെ അവിടെ കടത്തും. അല്ല, ഇവിടുന്ന് എല്ലാ കൊല്ലം കൊടുക്കും അങ്ങനെ? അങ്ങനെയൊന്നുമില്ല. ഇവിടുന്ന് മരിക്കുന്ന ആൾക്കാരെ കൊടുക്കാൻ താല്പര്യം കാണിച്ച ആൾക്കാർ എന്ന് വെച്ചാൽ ഇവിടെ എഴുതി വെച്ചത് ഇപ്പം 30 ആൾക്കാർ എഴുതി വെച്ചോലുണ്ട്. അതിൻ്റെ പുറമെ 6 ആളെ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ആ കൊടുത്ത ആൾക്കാരെ സംബന്ധിച്ചതെന്ന് വെച്ചാൽ ഓല ഇപ്പോഴും നിറഞ്ഞാൽ കുറേ ആൾക്കാർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. മുമ്പ് അതേ സമയത്ത് ബാക്കി 30 ആൾക്കാരുണ്ട്. ഓല് മരിച്ചാൽ കൊടുക്കും. ഇനി കുറേ ആൾക്കാരെ എഴുതി തരാൻ തയ്യാറായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ മറ്റു ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മളെ വായനശാലയാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. KP കുഞ്ഞുകുട്ടി സ്മാരക വായനശാല ചെറുകുളത്തൂർ. കണ്ണുദാനം പോലെ തന്നെ നടത്തുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ നേത്രദാന ഗ്രാമമാണ് ഇത്. ഇന്ത്യയിൽ അത് ഞാൻ പറയേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. അത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുന്നേ എന്ന് പറഞ്ഞാൽ കണ്ണൂർ PSCക്കും മലപ്പുറം PSCക്ക് ചോദ്യം വന്നിട്ടുണ്ട്, ഇന്ത്യയിലെ ആദ്യത്തെ നേത്രദാന ഗ്രാമം ഏതെന്ന്. അതെല്ലാം PSCക്കും ചോദിക്കുന്ന ചോദ്യം കേട്ടോ. അപ്പോൾ ടീംസേ, അപ്പോൾ ഇങ്ങനത്തെ നല്ല ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടായാൽ നമ്മൾ പരിചയപ്പെടാം. അപ്പോൾ ഞാൻ എൻ്റെ പണിയിലേ നീങ്ങാണ്. അപ്പോൾ ചെറിയ മൊബൈൽ കണ്ടപ്പോൾ ചെറിയ വീഡിയോ എടുത്താൽ. ചെറുകുളത്തൂരാണ്. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് TVG എന്നാണ് പറയാ സാധാരണ. ഫുൾ പേര് പറയില്ല. TVG ആണെന്ന് പറഞ്ഞിട്ടാൽ എൻ്റെ മതം അല്ല ചെറുകുളത്തൂർ. TVG ചെറുകുളത്തൂർ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫുൾ പേര് പറയാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മതം അറിയാതിരിക്കാനാണ്. കാരണം വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്തൊരു മതമാണ് ഹിന്ദുമതം. അതുകൊണ്ട് ഞാൻ ഹിന്ദു ആണെന്ന് ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ TVG എന്ന് പറയുന്നത്. എൻ്റെ വീട്ടുപേരിൻ്റെയും എൻ്റെ പേരിൻ്റെയും ചുരുക്കമാണത്. ഓക്കെ.